വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. നമ്മൾ ഈ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ദിവസം കർത്താവ് നമ്മൾ നെക്സ്റ്റ് മന്തിലേക്ക് ക്രോസ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മൾ കാണാൻ പോവുകയാണ്. നവംബർ മാസത്തിനുള്ളിൽ ചില ആൾക്കാർ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് അതിൻ്റെ റിലീസ് നടക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പോവുകയാണ്. എത്ര പേർ റെഡിയാണ്? ഇന്നത്തെ വചനം റിസീവ് ചെയ്യാൻ എത്ര പേർ റെഡിയാണ്? ഇന്ന് ബ്രദർ ഡാമിൻ നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് is a God is our ever present helper. എന്നും നമ്മുടെ കൂടെയുള്ള സഹായിയാണ് നമ്മുടെ കർത്താവ്. അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കോ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. വി ഹാവ് സിസ്റ്റർ വത്സല വിജയൻ ഫ്രം മലപ്പുറം. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. വലിയൊരു സാക്ഷ്യമാണ് ആൻറ്റിക്ക് ഉള്ളത്. 84 വയസ്സുണ്ട് ആൻറ്റിക്ക്. ബട്ട് പ്രാർത്ഥനയിലൂടെ ഒരു വലിയൊരു രോഗസൗഖ്യം ആൻറ്റിക്ക് ലഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വീണതിനെ തുടർന്ന് നടക്കുവാൻ കഴിയാതെ ആൻറ്റി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ബട്ട് കർത്താവ് ആൻറ്റിയെ സൗഖ്യമാക്കി. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വി ആർ സോ ഹാപ്പി. കർത്താവ് ഇനിയും ദൈവിക ആരോഗ്യവും ദൈവിക സംരക്ഷണവും നൽകട്ടെ എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ആൻറ്റിക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവ്, ഈ പ്രായത്തിലും അങ്ങ് വഴി നടത്തുന്നതിന് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സൗഖ്യം തന്നതിന് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയും മുൻപിലേക്ക് പോകുവാൻ യൂത്തിനെ ഒരു ഈഗിളിനെ പോലെ പുതുക്കുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനത്തെ പുതുക്കുവാൻ കർത്താവിൻ്റെ ആ കൃപ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആരോഗ്യത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു, ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഈ ദിവസങ്ങൾ അതിശക്തമായ മീറ്റിംഗ്സ് നടക്കുന്നു. നാളെ നമ്മുടെ സൺഡേ സർവീസുകൾ നടക്കുന്നു. രാവിലെ 7:45 കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേ ചർച്ചിൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ആരാധനയുണ്ട്. അപ്പോൾ തന്നെ ഹിന്ദിയിലും ഒരു ആരാധനയുണ്ട്. 9:45 നമ്മുടെ മലയാളം സർവീസ്, ഇംഗ്ലീഷ് മലയാളം ബൈലിംഗ്വൽ സർവീസ് നടക്കുന്നത്. സോ അതെല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലും ഉണ്ട്. അതിലേക്ക് എല്ലാവരെയും പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്ത ആഴ്ച നമുക്ക് മലബാറിൽ കോഴിക്കോടിൽ നമ്മുടെ നലന്ദ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു. അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ പിന്നത്തെ ആഴ്ചയിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു. സോ വി ഇൻവൈറ്റ് യു ഫോർ ഓൾ ദീസ് മീറ്റിംഗ്സ്. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. നാൾതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന, നാൾതോറും നന്മകളാൽ നിറയ്ക്കുന്ന, നാൾതോറും വഴി നടത്തുന്ന നമ്മൾ ഇപ്പം ജോലിയിലിരിക്കുന്നവരൊക്കെ ഇടയ്ക്ക് ലീവ് എടുക്കും. ചിലപ്പോൾ ഹോളിഡേ കിട്ടും. അപ്പോൾ ലീവ് എടുക്കുമ്പോൾ അന്ന് അവരവിടെ ഫങ്ഷണലല്ല, സ്ഥലത്തില്ല, കോൾ എടുക്കില്ല, ഡ്യൂട്ടി ഒന്നും ചെയ്യില്ല. അങ്ങനെയല്ലേ? കർത്താവ് ലീവ് എടുക്കില്ല, കർത്താവ് ഹോളിഡേക്ക് പോവില്ല, കർത്താവ് ആബ്സെൻ്റ് ആയിരിക്കില്ല. കഴിഞ്ഞ ഒരു ദിവസം 121 സങ്കീർത്തനത്തിലെ ചില വചനങ്ങൾ നമ്മൾ കണ്ടു. ഇസ്രായേലിനെ പരിപാലിക്കുന്നവൻ ഉറങ്ങുന്നില്ല, ബാക്കി പറഞ്ഞേ, മയങ്ങുന്നില്ല, ഉറക്കം തോന്നുന്നില്ല. ഓക്കെ, ആ ദൈവമാണ് എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം. ആമേൻ. ഞാനൊരു വചനം ഒന്ന് വായിച്ചോട്ടെ. ജെറമായ 33 verse number 3. ഇത് ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, പലരും പൊതുവെ പറയുന്നൊരു കാര്യമാണ്. കർത്താവിൻ്റെ ടെലിഫോൺ നമ്പർ എന്താണത്? കർത്താവിൻ്റെ ടെലിഫോൺ നമ്പർ 333 ആണെന്ന് പറയും. ജെറമായ 33 ആണ് ഉദ്ദേശിക്കുന്നത്. 333. കർത്താവിനെ വിളിക്കണമെങ്കിൽ എന്തിൽ വിളിക്കണം? 333 നമ്പർ അടിച്ചാൽ മതി, കർത്താവിനെ വിളിക്കും. അത് പറയാൻ കാരണം ഒന്ന് ഓർക്കാൻ വേണ്ടി ഒരു രീതിയിൽ പറയുന്നതേ ഉള്ളൂ. ജെറമായ 33:3 അതിൽ പറയുന്നത്, കോൾ ടു മീ ആൻഡ് ഐ വിൽ ആൻസർ യു. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം തരും. ആൻഡ് ടെൽ യു ഗ്രേറ്റ് ആൻഡ് അൺസെർച്ചബിൾ തിങ്സ് യു ഡു നോട്ട് നോ. നിനക്കറിയാത്ത വലുതും അഗോചരവുമായ മഹത്തായ കാര്യങ്ങൾ ഞാൻ നിനക്ക് അറിയിച്ചു തരും, ഞാൻ നിന്നോട് പറയും. ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 333 വിളിച്ചാൽ, 333 വിളിച്ചാൽ ആരെ കിട്ടും? കർത്താവിനെ കിട്ടും. എന്ന് വെച്ചാൽ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും ഇൻസ്റ്റൻ്റായി മറുപടി കിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. കിട്ടില്ല. അങ്ങനെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
ഉടൻ മറുപടി കിട്ടുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മഹാപാപി, ക്രിമിനൽ, മോഷ്ടാവ്, മഹാദുഷ്ടനായ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, കാൽവരി ക്രൂശിൽ അങ്ങ് മരിച്ചത് എനിക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ രക്തം ചിന്തിയത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു, എന്നെ രക്ഷിക്കണമേ, അങ്ങ് ഹൃദയത്തിലേക്ക് വരണമേ. I am a sinner coming to my life. Save my life. I receive the Lord Jesus as my personal Savior and Lord എന്ന് പറഞ്ഞാൽ ഉടൻ മറുപടിയാണ്. ഡിലേ, നോ ഡിലേ. ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആക്ച്വലി അത് നമുക്ക് കേടുണ്ടാക്കുന്നതാണെങ്കിൽ കർത്താവ് പറയും, നോ, ഐ വിൽ നോട്ട് ആൻസർ, നോ, ഐ എം സോറി, നോ. അങ്ങനെ മറുപടി കിട്ടും. ഉദാഹരണത്തിന് യേശു കർത്താവ് ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീങ്ങിപ്പോണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെ മറുപടി നോ ആണ്. പിന്നെ കർത്താവ് തിരുത്തി പ്രാർത്ഥിച്ചു, യേശു അല്ലേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേണം. ആ പ്രാർത്ഥന എങ്ങാനും പിതാവ് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇരുന്ന് സംസാരിക്കില്ല. എൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഈ പാനപാത്രം കുടിക്കുക എന്ന് പറഞ്ഞാൽ ക്രൂശിൽ കയറുന്ന കാര്യം പറയുന്നത്, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ ജീവൻ കൊടുക്കുന്ന കാര്യമാണ്. അതിൽ നിന്നും പിന്തിരിയുവാൻ ഉള്ള രീതിയിൽ ആ മാനുഷികമായ സഹനങ്ങളുടെ മധ്യത്തിൽ, ഭയങ്കരമായ പരീക്ഷകളുടെ മധ്യത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ പെട്ടെന്ന് തിരുത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, കർത്താവ് ശിക്ഷിക്കപ്പെട്ടു. പക്ഷെ പിതാവ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരായിരം വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തന്നിട്ടില്ല. അതിൻ്റെ കാരണം പലതും നോയാണ്. അത് നമുക്ക് നല്ലതല്ല. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്. പലപ്പോഴും നിരാശ വന്നോണ്ട് തന്നെ കർത്താവേ എന്നെ അങ്ങ് എടുത്തേക്കണേ, എനിക്ക് ജീവിക്കണ്ട, നോ മതി, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അപ്പം അങ്ങനെ ജീവനെടുക്കാൻ പോയ കർത്താവിന് അതിനെ നേരമുണ്ടല്ലോ. സഭയിലുള്ള ആരും ഉണ്ടാകാൻ വഴിയില്ല. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കും, കർത്താവ്, പാസ്റ്റേഴ്സ് വരെ പ്രാർത്ഥിക്കുന്നു, മതിയായ കർത്താവ് എന്നെ അങ്ങ് എടുത്തേക്ക്. ഇങ്ങനെ എടുക്കാൻ മാത്രമേ കർത്താവിന് നേരം ഉണ്ടാവുള്ളൂ. അതല്ല കർത്താവ് ചെയ്യുന്നത്. ചില സമയത്ത് കർത്താവ് പറയും വെയിറ്റ്, കാരണം സമയമായിട്ടില്ല, ഒന്ന് വെയിറ്റ് ചെയ്യാൻ. ചില സമയത്ത് കർത്താവ് പറയും ഗ്രോ എന്ന് വെച്ചാൽ നീ കുറച്ചുകൂടി വളരാനുണ്ട്, അപ്പോൾ കിട്ടും. മനസ്സിലായോ? എന്നാൽ ചില സമയത്ത് എല്ലാം ഓക്കെയാണ്, അപ്പോൾ കർത്താവ് ഗോ, കിട്ടി ആൻസർ. അപ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനുള്ള ഒരു ലൈസൻസ്, ഒരു ഹോട്ട് ലൈൻ നമുക്കെല്ലാവർക്കും കർത്താവ് തന്നിട്ടുണ്ട്. ഒരാവശ്യം വന്നാൽ നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ഒരാവശ്യം വന്നാൽ ആ ഡാഡി മമ്മി ഒറ്റ വിളിയാ. ആവശ്യം വന്നാൽ ആദ്യം വിളിക്കുന്നത് ആരെയായിരിക്കും? ഏറ്റവും അടുത്തുണ്ടെന്നും വിളിച്ചാൽ വിളി കേൾക്കുമെന്നും ഇതിനു മുമ്പ് സഹായിച്ച് അനുഭവമുള്ളവരായിട്ടുള്ളവരെയുമാണ് ആദ്യം വിളിക്കുന്നത്. ചില കുഞ്ഞുങ്ങൾ മമ്മി മമ്മി മമ്മിയാണ് എപ്പോഴും ഓടിയെത്താറുള്ളത്. ചില കുഞ്ഞുങ്ങൾ പപ്പ പപ്പ എന്നായിരിക്കും വിളിക്കുന്നത്. പപ്പയായിരിക്കും ആദ്യം ഓടിയെത്തുന്നത്, പപ്പയായിരിക്കും അവിടെ ഉള്ളത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ അതേ വിളിക്കുള്ളൂ. അങ്ങനെയെങ്കിൽ കർത്താവ് കോൾ ടു മീ, എന്നെ വിളിക്കും മക്കളെ. സിസ്റ്റർ, ബ്രദർ, ഇവിടെ നോക്കി, ഒരു വലിയ പ്രശ്നത്തിലാണ് നിങ്ങളെങ്കിൽ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കർത്താവ് അവനെ വിളിച്ചപേക്ഷിക്കാൻ വേണ്ടിയുള്ള ഫ്രീഡം, പ്രിവിലേജ്, അതിനുള്ള ലൈസൻസ് എഴുതി ഒപ്പിട്ട് തന്നേക്കാം ഏത് സമയത്ത്. ഞാൻ പറയാം, ഒരാളെ കണ്ട് പരിചയപ്പെട്ടു, കുറേ നേരം സംസാരിച്ച് ഒരുമിച്ച് കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലെറ്റ്സ് ബി ഇൻ ടച്ച് വിത്ത്, പറയൂ നമുക്ക് എപ്പോഴും ഇനി എന്ത് കോണ്ടാക്ട് ചെയ്യണം, എൻ്റെ വിസിറ്റിംഗ് കാർഡ് പിടിച്ചു, അല്ലെങ്കിൽ പറയാം ഇപ്പോഴത്തെ കാലത്താണ് എൻ്റെ നമ്പർ സേവ് ചെയ്തു കേട്ടോ. അപ്പോൾ ഓക്കെ, +91 98 469 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഒരു മിസ്ഡ് കോൾ അടിച്ച് സേവ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ട് സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചു, ഏത് നേരത്ത്. പെട്ടെന്ന് കോൾ എടുത്തില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ചോളാം. എന്താവശ്യം ഉണ്ടെങ്കിലും ബ്രദറെ സിസ്റ്ററെ വിളിച്ചു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും. ദാറ്റ്സ് വാട്ട് ഗോഡ് ഈസ് ടെല്ലിങ് us now. കോൾ ടു മീ. മോനെ എന്നെ വിളിക്കേ, മോളെ നീ എന്നെ വിളിക്ക്. നാട്ടിലില്ലാത്ത നിന്റെ ഫാദറിനെ വിളിച്ചാൽ
ഫോൺ ചെയ്താൽ, മെസ്സേജ് അയച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇരുന്നുണ്ട്. വിദേശ രാജ്യത്തായിരിക്കും. അടുത്തില്ലാത്ത അമ്മയെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? മരിച്ചുപോയ ഒരാളെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? സഹായിക്കാൻ കഴിയാത്ത സഹായകരെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? Call to me. എന്നെ വിളിക്കൂ കുഞ്ഞേ. I will answer to you. ഞാൻ നിനക്ക് ഉത്തരം തരും. And tell you great and unsearchable things you do not know. നിനക്കറിയാത്ത മഹത്തായ കാര്യങ്ങൾ ഞാൻ നിനക്ക് ചെയ്തു തരാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മാത്യു 28:20, മത്തായി 28:20 പറയുന്നത്, and surely I am with you always to the very end of the age. ആ കമന്റ് സെക്ഷനിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ, the Lord is with me always. കർത്താവ് എല്ലായ്പ്പോഴും എന്നോട് കൂടെ ഉണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്തേ. എല്ലാവരും കേൾക്കുന്ന എല്ലാവരും കമന്റ് സെക്ഷനിലേക്ക് ഓടുക, ടൈപ്പ് ചെയ്യുക, the Lord is with me always. എല്ലായ്പ്പോഴും എന്നോട് കൂടെ ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, call to me and I will answer you. എന്നെ വിളിച്ച് ഭിക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. കമന്റ് സെക്ഷനിലേക്ക് പോയിട്ട് അതും ടൈപ്പ് ചെയ്തിട്ടേ. If you call God, He will answer you. കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചാൽ അവൻ നിനക്ക് ഉത്തരം തരും. ടൈപ്പ് ചെയ്തിട്ടേ. എല്ലാവരും ഇടുന്നുണ്ടല്ലോ, ഒന്നും ചിടാതിരിക്കരുത്, അവരവരിടുക. ദിസ് ഈസ് ഫോർ യുവർ ബെനിഫിറ്റ്. ഇത് ചെയ്യുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ് ആണെന്നേ, ഒരു ടെസ്റ്റ് മണിയാണെന്നേ. അനേകർ കാണട്ടെ. പല രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ അല്ലേ ഇതിൽ ടൈപ്പ് ചെയ്തിടുന്നേ. അത് തന്നെ ഒരു കൂട്ടായ്മയല്ലേ. ആ കമൻറ്റ് സെക്ഷനിൽ തന്നെ ഒന്ന് നോക്കിയാൽ മതിയല്ലോ, അടിച്ചിടുക. ഈ മത്തായി 28:20 പറയുന്നതനുസരിച്ച് ഷോർലി ഐ ആം വിത്ത് യു ഓൾവേസ്. വെറുതെ ഐ ആം വിത്ത് യു ഓൾവേസ് നല്ല പറഞ്ഞു, ഷോർലി, നിശ്ചയമായി ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ടു ദ വെരി എൻഡ് ഓഫ് ദ ഏജ്. ഈ മലയാളം ബൈബിളിൽ ഇങ്ങനെയാണ് തോന്നുന്നു, ലോകത്തിൻ്റെ അവസാനത്തോളം. കറക്റ്റ് ട്രാൻസ്ലേഷൻ, ടു ദ വെരി എൻഡ് ഓഫ് ദ ഏജ്. യുഗത്തിൻ്റെ അവസാനത്തോളം. ഈ യുഗം ഇങ്ങനെ പോയി കർത്താവ് വരുന്ന ആ ഒരു സമയത്തിലേക്ക് പോവുക, അന്ത്യകാല സംഭവങ്ങളിലേക്കൊക്കെ പോവുക. എന്നാൽ എല്ലായ്പ്പോഴും ഈ ഭൂമിയിൽ നീ ഉള്ളിടത്തോളം എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ സഭ, എൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം ഞാൻ അവരോട് കൂടെയുണ്ട്. അതിന് രണ്ട് വശങ്ങളുണ്ട്. വൺ ഈസ് പേഴ്സണൽ ആൻഡ് ദ സെക്കൻഡ് ഈസ് കോൺഗ്രിഗേഷൻ ഓർ കോർപ്പറേറ്റ്, കളക്റ്റീവായിട്ട്. വ്യക്തിപരമായി ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, കൂടാതെ സഭയായി, കൂട്ടമായി, കൂട്ടായ്മയായി ഞാൻ കൂടെ ഉണ്ട്. അടുത്തൊരു വചനം കേട്ടോ, ഹീബ്രൂസ് 13:6, എബ്രായ ലേഖനം 13:6. സോ we say with confidence, the Lord is my helper. I will not be afraid. What can mere mortals do to me? അവിടെ പറയുന്നു നോക്കിയേ. സോ we say with confidence. അതുകൊണ്ട് നമ്മൾ ധൈര്യത്തോടെ പറയുകയാണ്, the Lord is my helper. കർത്താവിൻ്റെ സഹായകനാകുന്നു. ചില ട്രാൻസ്ലേഷൻസ് പറഞ്ഞു കർത്താവിൻ്റെ തുണയാകുന്നു. The Lord is my helper. I will not be afraid. ഞാൻ ഭയപ്പെടുകയില്ല. Who can mere mortals do to me? വെറും മർത്യരായ ഈ മനുഷ്യർ എന്നോട് എന്താ ചെയ്യാൻ പോകും? മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ ഭയപ്പെടേണ്ട. അതിനർത്ഥം മൂക്കിൽ ശ്വാസം നിന്നാൽ അവനില്ല. കൊല വിളിക്കുന്ന, ഇവിടെ നോക്ക്, ചിലർക്ക് നിങ്ങളെ ത്രട്ടൺ ചെയ്തിട്ടുണ്ടോ? ഞാൻ നിന്നെ അങ്ങനെ ചെയ്തോളെ, ഇങ്ങനെ ചെയ്തോളെ. ഏത് പല പ്രാവശ്യം പറഞ്ഞിട്ടൊരിക്കൽ ഈ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനി എന്നുള്ളൊരു സ്ഥലമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു വലിയ മീറ്റിംഗ് നടക്കുക. അതിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി ചെന്നേക്കുക. സ്റ്റേജിൽ ആരാധന പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ശുശ്രൂഷിക്കാനുള്ള സമയമായി. അവിടെ മൈക്കെടുത്ത് എന്നെ വിളിക്കാൻ പോവുക, ശുശ്രൂഷിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന തൊട്ടും എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോളിൽ അപ്പുറത്ത് നിന്ന് ചില ശക്തികൾ അല്ലെങ്കിൽ ചില മനുഷ്യർ, സുവിശേഷ വിരോധികളെന്നോ ശത്രുക്കളെന്നോ എന്താണെന്നോ എനിക്ക് പറയാൻ അറിയില്ല, വിളിച്ചിട്ട് പറയാം, ഞാൻ നിന്നെയും നിൻ്റെ ഭാര്യയെയും തട്ടിക്കളയും, അങ്ങനെ ചെയ്തോളാം, ഇങ്ങനെ ചെയ്തോളാം. ഓർക്കണം, അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ മൈക്കെടുത്ത് ശുശ്രൂഷിക്കാനുള്ള സമയത്താണ് ഇത് കേൾക്കുന്നത്. തട്ടിക്കളയും. മലബാർ മെഗാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ
ഡിസംബർ 7-8 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 8111996011. ഇവിടെ പറയുന്നത് ദ ലോർഡ് ഈസ് മൈ ഹെൽപ്പർ. അത് ഇപ്പോൾ കഴിഞ്ഞിട്ട് 20-25 വർഷങ്ങൾ കഴിഞ്ഞു. ദ ലോർഡ് ഈസ് മൈ ഹെൽപ്പർ. കർത്താവിൻ്റെ തുണ. ഐ വിൽ നോട്ട് ബി അഫ്രൈഡ്. ഞാൻ ഭയപ്പെടുകയില്ല. വാട്ട് കൻ മിയർ മോർട്ടൽസ് ഡു ടു മീ. അല്ല, ഞാൻ പറയാൻ വന്നത്, ഈ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ ഞാൻ കേസ് കൊടുക്കും, ഞാൻ നിന്നെ അങ്ങനെ ചെയ്തളയും, വെട്ടിക്കൊല്ലും, ഞാൻ നിന്നെ ജീവനോടെ ഇരുത്തുകയില്ല, ഞാൻ നിന്നെ അവഹേളിക്കും, ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊടുത്തു കളയും, ഞാൻ കരുതേച്ച് കാണിക്കും, I will tarnish your name, I will expose you. ഇതൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഓർക്കണം, ഈ ഭീഷണിപ്പെടുത്തുന്ന പുള്ളിയുടെ ശ്വാസം നിന്ന് പോയി തീർന്നു. ഇത്രേ ഉള്ളു മനുഷ്യൻ, ഇത്രേ ഉള്ളു കുഞ്ഞ മനുഷ്യൻ. അതാണ് ഇവിടെ പറയുന്നത്, The Lord is my helper, I will not be afraid. What can mere mortals do to me? എന്നോട് ഈ മനുഷ്യർ എന്തു ചെയ്യും? എന്താ ഈ തിരിച്ചറിവാണ് നമ്മളെ ബോധ്യമുള്ളവരാക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഒത്തിരി പേര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്ത് നമ്മുടെ ഇത് കാശ് മേടിക്കാൻ ഭീഷണിപ്പെടുത്തി, പരദൂഷണം പറയാൻ, സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാത്ത വീഡിയോകൾ ഇറക്കി പേര് ദോഷം വരുത്താൻ ഒക്കെ ശ്രമിച്ച ഒത്തിരി പേരുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുവാണ്, എത്ര നാൾ ഇത് ചെയ്യും? എത്ര നാൾ ഓരോ മനുഷ്യനോട് ജീവിച്ചിരിക്കും? എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു കാലം വരുന്നുണ്ട്. ശരിയാണോ? എത്ര നാൾ ഇത് നടക്കും? സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന വചനമില്ലേ, Hebrews 13:6, The Lord is my helper, I will not be afraid. എല്ലാവരും കമന്റ് സെക്ഷനിലേക്ക് ഓടുക, ടൈപ്പ് ചെയ്യുക, The Lord is my helper, I will not be afraid. കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ പേടിക്കും? കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ? എല്ലാവരും എന്നോടൊപ്പം പറഞ്ഞേ, കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ പേടിക്കും? പറ. എല്ലാവരും പറയുന്നില്ലല്ലോ, ചുറ്റും ആളുകളുണ്ടെങ്കിലും ഇല്ലയോ? അങ്ങോട്ട് പറ, കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ പേടിക്കും? ഇന്നത്തെ ദിവസം, ഇന്ന് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം വരെ അനേക പ്രാവശ്യം ഈ ഒരു കാര്യം പറയണം. എന്താണ്? കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ പേടിക്കും? മനുഷ്യർ എന്നോട് എന്തു ചെയ്യും? മനുഷ്യർ എന്നോട് എന്തു ചെയ്യും? എന്നാ ചെയ്യാൻ? കൂടിപ്പോയ ഈ മനുഷ്യരെ ഏറ്റവും കൂടിപ്പോയി എന്ത് ചെയ്യും? കൊന്നുകളയും. കൊന്നാൽ ലാഭമാണ്. ഒരാൾ കൊന്നുകളഞ്ഞിരിക്കട്ടെ, അപ്പോഴും നമുക്ക് ലാഭമാണ്. കാരണം എനിക്ക് ജീവിച്ചിരിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം എന്ന് വചനമുണ്ട്. കാരണം അത്രയും നേരത്തെ ഞാൻ അവിടെ എത്തി, എവിടെ എത്തി? കർത്താവിൻ്റെ കയ്യിലെത്തി. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് അത്യുത്തമമല്ലോ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭാഗ്യമാണ് സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊന്നും നമുക്ക് എപ്പോഴും ബോധ്യത്തിൽ വരില്ല. ഒരാൾ മരിക്കുമ്പോൾ ഭയങ്കരമായ ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ടാകും. ഒരാളെ വെട്ടിക്കൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടും, വേദന ഉണ്ടാകും. ഇതൊക്കെ ശരിയാ. മറുവശത്തെ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ഒരാൾ തല്ലിക്കൊന്നാൽ, വെട്ടിക്കൊന്നാൽ അത്രയും നേരത്തെ പണി തീർത്ത് അവിടെ കയറാം. ഇത്രയുള്ള സംഭവം. ഇതിനേക്കാൾ കൂടുതൽ ലവ്ലിയായി നമുക്ക് അവിടെ ജീവിക്കാം. അതാണ് പറയുന്നത്. എല്ലാവരും ഒന്നുകൂടി പറഞ്ഞേ, കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ പിടിക്കും? മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? ഈ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ നീ എന്ന് അവരൊന്നിട്ടേ. അതുപോലെ ലൈവിലല്ല കാണുന്നത്, ഇനി റീപ്ലേ കാണുന്നവരും നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ ചെന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യട്ടെ. പല രാജ്യക്കാർ വന്ന് അവിടെ ടൈപ്പ് ചെയ്യട്ടെ. ഓ ഹല്ലേലൂയ. ഇനി സങ്കീർത്തനങ്ങൾ 46:1-2 വചനങ്ങൾ. ദിസ് ഈസ് ഓൾസോ വേൾഡ് ഫേമസ്. ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത് ആൻഡ് എവർ പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. അവിടെ പറയുന്നത് എന്താണ്? ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്. ദൈവം എൻ്റെ സങ്കേതവും ബലവുമാണെന്ന് പറഞ്ഞേ.
ദൈവം എൻ്റെ സങ്കേതവും ബലവും. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലല്ലോ, ഓരോ പ്രാവശ്യം വചനം ഇങ്ങനെ പറയാം, ദൈവം എൻ്റെ സങ്കേതവും ബലവും. ചില സമയത്ത് ഞാൻ ആക്ഷനൊക്കെ വെച്ചേ പറയുള്ളൂ. ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു. അതിനുശേഷം an ever present help in trouble. കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണ എന്ന് അങ്ങനെ എന്തോ ആണ് പറഞ്ഞിരിക്കുന്നത് ഈ മലയാളത്തിൽ. ഇവിടെ പറഞ്ഞു an ever present help in trouble എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ സമയത്ത് എല്ലായ്പ്പോഴും ഹാജരായിട്ടുള്ള, സന്നിഹിതനായിട്ടുള്ള ഒരു സഹായം. കഷ്ടകാലത്ത് ഒരു പ്രശ്നത്തിലൂടെ പോകുമ്പോൾ, ഓ മൈ ഗോഡ്, ഒരു പക്ഷേ എൻ്റെ ഈ മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ എത്രയോ പേരുടെ കരച്ചിലോടുകൂടെ റെക്കോർഡ് ചെയ്തത്, വെറുതെ കരഞ്ഞോണ്ട് റെക്കോർഡ് ചെയ്തത് ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു ആ കരച്ചിലും എല്ലാം കൂടി ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്, കണ്ണുനീരും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാത്തൊരു യാഥാർത്ഥ്യം ഇവിടെ പറയുന്നതനുസരിച്ച് ആ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്. പറഞ്ഞേ, ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു. an ever present help in trouble. ഒരു വലിയ കഷ്ടതയുടെ സമയത്ത് എല്ലായ്പ്പോഴും കൂടിയിരിക്കുന്നവൻ. അയ്യോ, വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവരോ, പഠിക്കാൻ പോയവരോ, നേഴ്സ് ജോലിക്ക് വേണ്ടി പോയവരോ, ഡ്രൈവറായിട്ട് പോയവരോ, ജർമ്മനിയിലോ ഫ്രാൻസിലോ ഇറ്റലിയിലോ റഷ്യയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ സിംഗപ്പൂരോ തായ്വാനിലോ റോമിലോ എവിടെയാണെന്നിരിക്കട്ടെ, എവിടെയായാലും നിങ്ങൾ എവിടെയാണെങ്കിലും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, റേഷ്യൽ പ്രെജുഡിസ്, ഒരുപക്ഷെ ഇന്ത്യക്കാരാണെന്ന രീതിയിൽ ഉള്ള പീഡനങ്ങൾ, ഡിസ്ക്രിമിനേഷൻ, വർണ്ണ വിവേചനം, ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ പറയുന്നത് an ever present help in trouble. ഒരു കഷ്ടകാലത്ത് ഏറ്റവും അടുത്ത സഹായം. therefore we will not fear. അതുകൊണ്ടൊരു തീരുമാനം എടുക്കുക, ഞങ്ങളതുകൊണ്ട് നാം ഭയപ്പെടുകയില്ല. though the earth may give way and the mountains fall into the heart of the sea. പിന്നെ അറിയാലോ, ആ വചനങ്ങൾ താഴേക്ക് വായിച്ചാൽ കാര്യം മനസ്സിലാവും. അതായത് പർവ്വതങ്ങൾ, ഭൂമി കുലുങ്ങിയാലും, പർവ്വതങ്ങൾ ഇളകി സമുദ്ര മധ്യത്തിൽ ചെന്ന് വീണ് അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു. അവൻ കഷ്ടകാലത്തെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. an ever present help in trouble. ഒരു കഷ്ടം വരുന്ന സമയത്ത് കർത്താവ് എല്ലായ്പ്പോഴും ഉണ്ട്. സാധാരണ നമ്മുടെ ചിന്ത, വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന സമയത്ത് ദൈവം കൂടെ ഉണ്ടെന്നും, വലിയ കഷ്ടതയുടെ സമയത്ത് ദൈവം ഡിസപ്പിയർ ചെയ്യുന്നു, അപ്രത്യക്ഷനാകുന്നു എന്നുമാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, രോഗമുണ്ടാകുന്നു, വലിയൊരു സാമ്പത്തിക കെണിയിലാകുന്നു, വലിയൊരു പ്രശ്നത്തിലാകുന്നു, ചതിക്കുഴിയിൽ വീഴുന്നു, ഒരാൾ നമ്മളെ ചതിച്ചു, പൈസ എല്ലാം കൊണ്ടുപോയി. ഇങ്ങനെയുള്ള സമയത്ത് ദൈവം കൂടെയില്ല. ഈ വചനം അങ്ങനെയാണോ പറയുന്നത്? an ever present help in trouble. കഷ്ടകാലത്ത് അവൻ എല്ലായ്പ്പോഴും സന്നിഹിതനായിരിക്കുന്ന സഹായമാണ് എന്നാണ് കറക്റ്റ് പറയേണ്ടത്. അല്ലെങ്കിൽ കഷ്ടകാലത്ത് അവനെ ഏറ്റവും അടുത്തിരിക്കുന്നത് തുണയെന്ന് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. ഇത് വിശ്വസിക്കാൻ നോർമലി നമ്മുടെ ഹ്യൂമൻ മൈൻഡിന് സാധിക്കുമോ? ചിന്തിച്ചു നോക്കി. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്താ? ഒരു വലിയ പ്രശ്നത്തിൽ ഞാനായി, കർത്താവേ എന്തുകൊണ്ടാണ് നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞത്? എൻ്റെ പ്രാർത്ഥനകൾ എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചു, പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിച്ചു, അതിനു വേണ്ടി പക്ഷെ എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിച്ചു? ദൈവം എന്നോട് കൂടെ ഇല്ലല്ലോ. ഇതല്ലേ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ല ഇവിടെ പറയുന്നത്. കഷ്ടകാലത്ത് അവനെ ഏറ്റവും ചേർന്നിരിക്കുന്ന, ഏറ്റവും അടുത്തിരിക്കുന്ന, ഏറ്റവും സന്നിഹിതനായ, സാമീപ്യമുള്ള ഒരു സഹായിയ എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നാം ആരെയും ഭയപ്പെടുകയില്ല. ആ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? കർത്താവ് എന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടുകയില്ല. കഷ്ടകാലത്ത് അവൻ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടുകയില്ല. ഇന്നത്തെ ഈ സന്ദേശത്തിന്
ജീവനുണ്ട്, എനിക്കറിയാം. ഇതിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്, അഭിഷേകമുണ്ട്. ഒത്തിരി പേരെ എൻകറേജ് ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ, കുഴികളിൽ നിന്ന് പൊക്കിയെടുക്കാനുള്ള വചനം ഇന്ന് ഞാൻ പറഞ്ഞ സന്ദേശത്തിലുണ്ട്. സോ പ്ലീസ് ഡു ഫോർവേഡ് ദ ലിങ്ക് ഓഫ് ദിസ് മെസ്സേജ് ടു ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ. എത്ര പേർക്ക് അയച്ചു കൊടുക്കാം, അത്രയും പേർക്ക് എൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ബ്രോഡ്കാസ്റ്റ് ചെയ്യാം, നേരിട്ട് അയച്ചു കൊടുക്കാം, 1 by 1 അയക്കാം, ഗ്രൂപ്പുകളിലിടാം, വാട്സപ്പ് സ്റ്റേറ്റസിൽ ഇട്ട് കൊടുക്കാം, ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ എന്തൊക്കെ കുന്ത്രണ്ടുള്ളതെന്ന് എനിക്കറിഞ്ഞുകൂടാ, അവിടെ എല്ലാം ഇടാം. ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെടട്ടെ. കൈനീട്ട്. കർത്താവേ, ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹവാസവും തൊട്ടറിയത്തക്ക രീതിയിൽ, അനുഭവിച്ചറിയത്തക്ക രീതിയിൽ കർത്താവ് റിലീസ് ചെയ്യണമേ. മാറാവ്യാധികളും തീരാവ്യാധികളും സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സാമ്പത്തിക കെടുതികളിൽ നിന്ന് പുറത്തു വരട്ടെ. കഷ്ടകാലത്ത് കൂടിയിരിക്കുന്ന കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി. ജോയിന്റ് പെയിനുകൾ മാറട്ടെ, സന്ധിവാതം മാറട്ടെ. വലിയ വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സോ താങ്ക് യു സോ മച്ച്. തിങ്കളാഴ്ച രാവിലെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ. മലബാർ മെഗാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 7, 8 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 8111 996011.